ഇതേപോലെ ഇത്രയും പീസ് കട്ട് ചെയ്യോ? ഇപ്പൊ കട്ട് ചെയ്ത് ചിരി വരുന്നുണ്ട്. എനിക്ക് ചിരി ഇതാ എന്നെ വിളിക്കാത്ത എന്തിവിടെ ഇവിടെ ഒരാവശ്യമില്ലല്ലോ ഇയാളെ. വേണ്ടേ എന്നെ വേണ്ടേ? സജ്ജന ലുക്ക് ബസ് നാല് നല്ല സ്ക്വയർ പീസ് ആണല്ലോ. കണക്കറിയാന്നുള്ള ഞാൻ അവിടെ നിന്നെ. ഇവിടെ ഇയാളെ ഒന്ന് കണ്ടോട്ടെ. പറഞ്ഞു കേട്ടില്ലേ? ഇല്ല. കണ്ട കറക്റ്റ് സ്ക്വയർ പീസ് വെച്ച് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞേ? കണക്കറിയാന്നുള്ള ഞാൻ അവിടെ നിന്നേന്ന്. കണക്കറിയാന്ന നീ വെയിലത്ത് നടന്നിട്ട് കറുത്തു പോയി മോളു. ആണോ? ശരിക്കും ആണോ? ആ ശരിക്കുമാണ്. നാളെ തൊട്ട് എനിക്ക് കൊട തന്നിരുന്നു. ഈ ഭാരവും ഭാരം സഹിച്ചാലും കുഴപ്പമില്ല, ഞാൻ കറക്കാൻ പാടില്ല. കറുത്ത് അമ്മ എന്തിനാ പൊക്കത്ത് കയറി നിക്കണ? ബാ ഞാൻ ഇറങ്ങും. ഞാൻ ഇവിടെ ഇരിക്കാം. ആ എന്തിനാ പാവത്തിന് ഇങ്ങോട്ട് വരുത്തണത്? ആരെങ്കിലും വിളിച്ച അങ്ങോട്ട്? ഒരാവശ്യമില്ല ഇയാളെ കൊണ്ടുകൂടെ. ആ വേനയുണ്ടാ? അതിപ്പോ ഇതിട്ടപ്പോ നീറ്റല്. എന്റെ പൊന്നു മാളു, ഞാനൊക്കെ അന്ന് വീണപ്പോ ഇതുപോലെ അങ്ങനെ വീണിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക്. ചേച്ചിയുടെ അവസ്ഥ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് കഴിക്കും? അവക്ക് അതാണ് ചേച്ചിയുടെ അവസ്ഥയല്ലേ, നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക്. എന്ത് കഴിക്കും? നിങ്ങൾ രണ്ടുപേരും നല്ല പിള്ളേരായിട്ട് എന്തായാലും. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് മേടിച്ചിട്ട്. അങ്ങനെയല്ല, ഞാൻ ഏതോ ഒരു കാലത്ത് പറഞ്ഞത് എനിക്ക് എപ്പോഴും മേടിക്കുമ്പോ ഇച്ചിരി എല്ലും മേടിക്കണം, ഇച്ചിരി നെയ്യും മേടിക്കണം. ഇന്ന് വരെ പിന്നെ നിങ്ങളത് മുടങ്ങിയിട്ടില്ല. അതെ, ടെൻഷനുള്ള കുട്ടി. അതെ, ഞാൻ എങ്ങനെ ഇത് വെക്കാൻ നോക്കിയാലും അത് കൃത്യമായിട്ട് മേടിച്ചോണ്ട് വരും. അതിന്റെ മുറിക്കൂലേ? ഇല്ല, മുറിക്കാൻ ഇതേപോലെ ഇത്രയും പീസ് കട്ട് ചെയ്യോ? ഇപ്പൊ കട്ട് ചെയ്ത് ഞാൻ പുലിയല്ലേ മാളു? എന്റെ മോളെ സോറി. അത് ഇതിന്റെ ഇടയെ കൂടെ ഒക്കെ കൈയിട്ടിട്ട് അവക്ക് എപ്പൊ തന്നെ ഹൈഫൈ വേണം. ഞാൻ ഓർത്തില്ല, കൈ പൊക്കി വരാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങോട്ട് പൊങ്ങണില്ല. അപ്പൊ ഞാൻ ഓർത്ത അയ്യോ എന്റെ കൈ വയ്യല്ലോ. അവിടെ ഉള്ള അത്രയും ഉള്ളി, അവിടെ ഉള്ള അത്രയും ഉള്ളി. അമ്മയ്ക്ക് മനസ്സിലായ? അവിടെ ഉള്ള അത്രയും ഉള്ളി എന്താ? എനിക്കറിയില്ല. അവിടെ ഉള്ള അത്രയും ഉള്ളി, ഉള്ള അത്രേ ഉള്ളൂ എന്നാ? ഉള്ള അത്ര ഉള്ളി, അവിടെ അവിടെ ഉള്ള ഉള്ളി അത്രയും. അങ്ങനെ അയ്യോ, ഞാനൊരു നിമിഷം ഇവിടെ ഇതിപ്പോ എവിടെ നീട്ടി ഡയലോഗ്? എന്റെ മാളു, അവിടെ ഉള്ള അത്രയും ഉള്ളി എടുത്ത് ഉരിക്കുക. അതങ്ങ് ഫുള്ള് പറയാത്ത അല്ല, അവിടെ ഉള്ളിടത്തോളം ഉള്ളി എടുത്ത് പൊളിക്കാൻ. എന്റെ പൊന്നെ, ഞാൻ സംസ്കൃതമൊന്നും അല്ലല്ലോ പറഞ്ഞത്, മലയാളം തന്നെയല്ലേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് വളർത്ത മസാല,
ഇപ്പൊ കേൾക്കുമ്പോ നീ വിചാരിക്കും എപ്പോഴും വെക്കണ കറി എന്നല്ല ചിന്തിക്കണം. അതുകൊണ്ടാ ചേച്ചി അതുകൊണ്ടാ അങ്ങനെയല്ലേ ചേച്ചി ചിന്തിച്ചേ? എന്നാ നീ പോ, ഞാൻ വരും. പോ, ഇത്ര മതിയാ? അത്രയും ഇപ്പൊ പറഞ്ഞു തരാൻ എനിക്ക് സൗകര്യമുള്ളൂ. പോ. പോ. അവളെന്നെ പുല്ല് വില. വരുന്നോ? ഞാൻ പോട്ടാ. പോയിക്കോ, ആരെങ്കിലും പറഞ്ഞു കൊണ്ട് വരാനായിട്ട്. ഇപ്പൊ അങ്ങനെയായ എന്നാ പിന്നെ ഞാൻ പോണേ. പൊക്കോ. എന്റെ അമ്മേ. അമ്മായിക്ക് ഉരിച്ചു കൊടുക്കുമ്പോളൂ നല്ല ഭംഗിയല്ലേ? ഇലയൂടെ പറിച്ചിട്ടോ? ഞാൻ ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഇത് മേടിക്കാൻ പറഞ്ഞത്. എന്താണ് ആക്ച്വലി? ഓറഞ്ച് ആണോ മൊസംബി ആണോ? എനിക്കറിയത്തില്ല. ഓറഞ്ച് അല്ലേ ഇത്? മൊസംബി അല്ലേ? എന്താണെങ്കിലും ഞാൻ തിന്നും. യെസ് സജിത, ഐ ആം റൈറ്റ്. ഓറഞ്ചാ. ഓറഞ്ചാണോ? അത് ഒരല്ലി ഒന്ന് എനിക്ക് തരുമോ? അമ്മായിക്ക് കൊടുത്തിട്ട്. ആ പുളിയാണോ മധുരമാണോ എന്നൊന്ന് നോക്കാനാ. പരീക്ഷണം. ഒരു പരീക്ഷണത്തിന് ഞാൻ മുതിരാൻ പോവാ. എന്താണ്? സെറ്റ്. മധുരവാ? മധുര. ഞാനേ അതിന്റെ തൊലിയോടൊന്ന് കഴിച്ചു നോക്കാൻ പോവാ. അതല്ല പറഞ്ഞേ. ഒരു പരീക്ഷണത്തിന് മുതിരാൻ പോവാ. എനിക്ക് വയ്യേ. നോക്കാലോ, അങ്ങനെ നോക്കാലോ. ഓറഞ്ചിന്റെ തൊലി ഭയങ്കര ഗുണമെന്ന് എല്ലാരും പറയും. അത് മുഖത്തിടാൻ പൊടിച്ച് മുഖത്തിട്ട് കഴിഞ്ഞാൽ അതിന് ഗുണമുള്ളത് കൊണ്ടാണല്ലോ. അത് പുറമെ സ്കിന്നിലിട്ടാ അതിന് വെളുക്കും, ടാൻ മാറും, പിഗ്മെന്റേഷൻ മാറും എന്നൊക്കെ പറയുന്നത് അതിന് അത്രയും ഗുണമുള്ളത് കൊണ്ടല്ലേ. ഉള്ളി എന്തോരം നോക്കാം, പറ്റുമോ നോക്കാം. ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട്. ഇത് ജീവി കൊള്ളാം മാളു, കൊള്ളാം. കൊള്ളാന്ന്. അടിപൊളി. കയ്പില്ലേ? നല്ല ടേസ്റ്റ്. നമ്മൾ ഓരോ വെറൈറ്റികൾ ഇങ്ങനെ പരിച്ചോണ്ടിരിക്കണം, മനസ്സിലായ? ആ ഇലയും തിന്നോ? ഇല്ല. അമ്മയ്ക്ക് വേണോ? നല്ല ടേസ്റ്റ്. വേണം, നീ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. എന്നാ അവള് തോട് കടിച്ചപ്പോ ഇത് കയ്പല്ലേ? ഞാൻ ഇതൊന്ന് കടിച്ചു കൊടുക്കാൻ. കയ്പുണ്ട്. അങ്ങനെ ഒരു ഓറഞ്ച് ഫുള്ള് ഞാൻ തീർക്കാറായി. ഇനിയിപ്പൊ കടിച്ചു പോയില്ലേ, കൊള്ളൂലെങ്കിലും തിന്നു. നീ ചിരിക്കണ്ട മാളു, വേണമെങ്കിൽ കടിച്ചു നോക്കിക്കോ. ആക്ച്വലി ഞാൻ പറയട്ടെ, ഈ ഓറഞ്ച് നല്ല ഓറഞ്ചാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് തൊലിയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു സോഡയുടെ ഇതുണ്ട്. പക്ഷെ നൈസാണ്, കൊള്ളാം. പക്ഷെ ഈ തൊലിക്ക് എന്താ ഇത്ര കട്ടിയില്ലാത്ത? മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ ആലോചിച്ചും കണ്ടും ചിന്തിച്ചും വേണം കുറ്റം പറയാനായിട്ട്, കേട്ടാ? ഞാൻ കുറ്റം പറഞ്ഞല്ലോ. ആദ്യം എന്നെ എന്തോരം ഇട്ട് കളിയാക്കില്ല അമ്മായി? ഞാൻ കളിയാക്കില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനിത് ആദ്യ കടി കടിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇതെന്തൊരു ജീവിന്ന്. അത് പിന്നെ ഞാൻ കണ്ടുണ്ടാ, നമ്മളാരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഓറഞ്ച് ഇങ്ങനെ കഴിക്കണേ.
പക്ഷെ ഇവിടെ എത്തുമ്പോ കയ്പില്ല. ഒരു കയ്പില്ല. ചൂടായ? ചൂടായി. എന്ത് പറ്റി? കടന്തല് കുത്തി കണക്ക്. എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പിന്നെ കാര്യം പറ. വാട്ട് ഹാപ്പൻ സറൂസ്? അമ്മായി വഴക്ക് പറഞ്ഞ? പിന്നെ വയ്യാതെ കിടക്കണ അമ്മായി എന്ന് എന്ത് പറയാൻ? ഞാനേ ഇത്തിരി സവാള കൊണ്ടിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന്. എന്തിനി? ഞാൻ പറഞ്ഞല്ലോ അതിൽ ഉള്ളി മതിയെന്ന്. ചെറുള്ളി എത്ര ഇല്ലായിരുന്നു? അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത്രയും ബീഫില്ലേ, അപ്പൊ അത്ര തികയില്ലാന്ന് കണ്ടപ്പോ ഞാൻ ഇത്തിരി സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടമുണ്ട അരിയാനായിരിക്കും സവാളയൊക്കെ അരിഞ്ഞു വെച്ചത്. ഈ സവാള അരി അറിഞ്ഞൂടാ, അത് എനിക്ക് അറിയാലോ. അത്രയും ചെറിയ ഉള്ളി ഇതിന് പറ്റത്തില്ല, അതുകൊണ്ടാ പിന്നെ ഉള്ളിയും കൂടി ഇട്ടേ. എന്ത് പറ്റി? ഒന്നും പറ്റിയൊന്നുമില്ല. പിന്നെ എന്തേലും പൊടിയോ അതൊന്നും കാണാനില്ലേ? ഇല്ല. ബീഫ് അരിഞ്ഞത് ശരിയായില്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുഖം എന്താ കടന്നു കുത്തി അറിയണം? എന്റെ മുഖമല്ലേ കടന്നുലൂത്തിരിക്കണേ, നിന്റെ മുഖമൊന്നും അല്ലല്ലോ. എന്ത് പറ്റി? എനിക്ക് സൗകര്യം. കണ്ണ് പറ പ്ലീസ്. പിണങ്ങല്ലേ എന്താ മക്കളെ? അമ്മായിയുടെ മോക്ക് എന്തോ പറ്റി. എന്ത് മക്കളെ പറ്റി? വിഷാദം എന്നല്ലേ പറയണേ? എന്ത് പറ്റി? മുഖം നോക്കി കടന്തല് എന്ത് പറ്റി? ഞാനേ ബീഫ് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ എന്നോടേ ഞാൻ പറഞ്ഞേ ഉള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ബീഫ് വളർത്ത മസാല എന്നപ്പോൾ പുല്ലുമല്ല അവക്ക്. അതായത് ഞാൻ എന്നും ഉണ്ടാക്കുന്ന കറി ഉണ്ടാക്കാൻ പോണെന്നാണ് അവളുടെ വിചാരം. അല്ല നീ അങ്ങനെ അമ്മായി പറഞ്ഞ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ചേച്ചി എപ്പോഴും സാധനങ്ങൾ പറയുമ്പോ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം കാണുമല്ലോ. ഇന്ന് പറഞ്ഞപ്പോ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഓക്കെ ഫൈൻ ശരി 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 ഉണ്ടാക്കുന്ന കറി തന്നെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞാ ശരി ശരി എന്നുള്ള മുഖഭാവം അല്ലായിരുന്നു അമ്മായി. പിന്നെ എന്ത് മുഖഭാവം? മുഖഭാവം എന്ന് വെച്ചാ ഇതെന്നും ഉണ്ടാക്കുന്ന സാധനം അല്ലേ എന്നുള്ള രീതിയിലുള്ള മുഖഭാവം. അതിനിപ്പോ തെറ്റ് പറയാൻ പറ്റൂ? ഞാൻ ഇങ്ങനെ നോർമലി ഇങ്ങനെ വന്നോയതാ. അവള് ചെറിയ കുട്ടിയല്ലേ? ഞാൻ ചെറിയ കുട്ടിയല്ലേ? എന്തെങ്കിലും പറഞ്ഞാ ക്ഷമിക്കണ്ടേ? ക്ഷമിക്ക്. ചിരി വരുന്നുണ്ട്. അങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ, പിണങ്ങല്ലേ. കാണിച്ചു തരാം നിനക്ക്. അപ്പൊ എന്ത് വെറൈറ്റി ഉണ്ട് ചേച്ചി? ആ വാശിക്ക് ചേച്ചി വെറൈറ്റി ഉണ്ടാക്കണം. ആ വാശിക്കല്ല സരിത വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടല്ലോ. ഞാൻ തീരുമാനിക്കും. എനിക്കറിയാം എന്തുണ്ടാക്കണം എന്ന്. എനിക്കറിയാം. കലിപ്പുണ്ടാക്കാതെ മക്കളെ. സരിതമണി, സറൂസ്, ഞാൻ പാവല്ലേ, കുഞ്ഞല്ലേ ഞാൻ. നീ ഒരു കാര്യം ചെയ്യോ? പറ്റൂ. ചെയ്യാം. മല്ലിച്ചീര എടുത്തുണ്ടോ? മല്ലിച്ചീര. ശരി. എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അവളോട് പറഞ്ഞു കൊടുക്കില്ലേ? അങ്ങനെ എത്ര അഹങ്കാരം പാടില്ല. പുല്ലുവല്ല എന്നെ. ഇതാ ക്ഷമിക്കല്ലേ മാളു, നീ എന്റെ ഇടി വാങ്ങിക്കും. ഇതെന്താ മാളു? 2 മുളക്, കാശ്മീരി ചില്ലി, മറ്റേ ചില്ലി. എന്തൊക്കെ ചില്ലി? കാശ്മീരി ചില്ലി എവിടെ? എന്ത് കാശ്മീരി ചില്ലി? 2 മുളക് പൊടി ഒരേ മുളക് പൊടി എടുത്തു വെച്ചിട്ട് ഒരെണ്ണം കാശ്മീരി ചില്ലി. എന്ത് സാധനം നോക്കമ്മായി അവള്. അല്ല അത് അവള് പേരെഴുതി വെച്ചത്. ഞാൻ മറ്റേ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി വേണ്ട. അതാണ് ഞാൻ 2 നിമിഷം എടുത്തത്. നീ 2 വേറെ വേറെ എടുത്തെങ്കിൽ അതിലൊന്ന് കാശ്മീരി ആയിരിക്കണം. അത് ആക്ച്വലി നോക്കി ഇതിലിട്ടപ്പം സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അതില് ഫില്ല് ചെയ്തതാ. അമ്മായി ഈ പാത്രത്തില് സ്ഥലമില്ലെന്ന് നോക്ക്. ഞാൻ പാത്രത്തില് സ്ഥലമില്ല. അങ്ങനെയല്ല, ഇതിലാ ഞാൻ ഫസ്റ്റ് ഇട്ട. അപ്പൊ ഇത് നിറഞ്ഞു വന്നപ്പോ കാറ്റടിക്ക് വെച്ച കണ്ണിൽ മുളക് പൊടി വീഴുവാ, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ പാത്രത്തിലിട്ട. സാധനം നോക്കമ്മായി, സാധനം നോക്കും. പഠിച്ചാ നിക്കാൻ പഠിക്കണ്ടേ? കറക്റ്റ്. ഇതേ അമ്മായി സവാള ഒരുത്തി അരിഞ്ഞു വെച്ചേക്കണതാ കണ്ടാ. ഞാൻ എപ്പോഴും പറയണതാ നിന്നോട്. ദേഷ്യം വേണ്ട എനിക്ക്. ദേഷ്യപ്പെടല്ലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്,
നീ ഉപ്പെടുത്തുണ്ടോ? ഉപ്പെടുക്ക പറഞ്ഞല്ലേ, പറയാ പറഞ്ഞു ചേച്ചി. എന്താ ഉപ്പ്? മാറിയേ പണക്കം? എനിക്കല്ലെങ്കിൽ ആരോടും പറക്കൊന്നുമില്ല. പണക്കം എന്താ? അമ്മ ഇവിടെ എന്റെ കിട്ടും കേട്ടോ അമ്മായി ഇവക്ക്. മാളേ ഓ സൈലന്റ് ആയി നില്ല്. അമ്മ എന്റെ ടീമാവ്. നീ സൈലന്റ് ആയില്ലെങ്കിൽ എക്സ്പ്രഷൻ മാറിയണ്ട. അപ്പൊ ചുമ്മാ കള്ളത്തിനായിട്ടുള്ള ഇതാ. അല്ല എനിക്ക് അമ്മായി സൈലന്റ് ആയി നില്ലെന്നൊക്കെ പറഞ്ഞോണ്ടാണ് എനിക്ക് ശരി വന്നത്. അല്ല, അല്ലെങ്കിൽ നീ വയലന്റ് ആവും. ആ പ്രസം കൊള്ളാം. അത് പറയല്ലേ സജിത, ഞങ്ങളൊക്കെ ഒന്നല്ലേ. അയ്യേ സജിത ഒന്നല്ലേ. നിനക്ക് എന്താ ഇപ്പൊ ഇത്തിരി ഇത് ഇളക്കാം? പിണങ്ങല്ലേ? എന്റെ ഇഷ്ടം. എന്താ എന്റെ ഇഷ്ടം? എന്താ എന്റെ ഇഷ്ടം പിണങ്ങണോ വേണ്ടേന്നുള്ളത്. ഇപ്പഴല്ലേ പറഞ്ഞ പിണക്കൊന്നും ഇല്ലാന്ന്, ഞാൻ ആദ്യത്തെ പിണങ്ങൂലെന്ന്. ആ അതെന്റെ ഇഷ്ടമല്ലേ. പിണക്കം അപ്പൊ പിന്നെ പിണക്കില്ലെന്നൊക്കെ പറഞ്ഞാ പോലെ. എനിക്കങ്ങനെ പറയാൻ തോന്നാണില്ല. അപ്പൊ കുറച്ചുമ്പോ പറഞ്ഞത് എനിക്ക് പിണക്കൊന്നും ഇല്ലാന്ന്. പോട്ട് പിടിച്ചേക്കാൻ പറ്റൂല. വീട് എന്നെ തൊടരുത്. വീട് തൊട്ട് എന്നെ തൊടരുത്. തൊട്ട് 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 വേണ്ട. വരണ്ട. മഴയുണ്ടാന്നാ? മഴയുണ്ടെന്നല്ല, വേണ്ട വേണ്ട. പിന്നെന്താ പറയാ? മഴയുണ്ടാന്നാ ഞാൻ കേട്ടെ. ആ അതാണ് നേരത്തെ മറ്റേ അത്രയും മുള്ളിയാന്ന് ചോദിച്ചപ്പോ ഞാൻ അത്രയും മുള്ളിയാന്ന് കേട്ടത്. അമ്മായി അങ്ങനെയല്ലേ കേട്ടെ? കള്ളം പറയരുത്. മണ്ണ് സപ്പോർട്ട് ചെയ്യാനല്ലേ? അല്ല, സത്യം. ഞാൻ അതല്ലേ ഞെട്ടി ഞെട്ടി വീണ്ടും ചോദിച്ചേ. കൈ കൊണ്ട് തട്ടിയിടല്ലേ ആ മസാല. കണ്ടു, ഇത്രയും കേറുള്ള അനിയത്തി വേറെ എവിടെ കിട്ടും? കേരള അനിയത്തി ഒരു കാര്യം ചെയ്, ചെല്ല്. ബീഫ് എടുത്തുണ്ടോ? പൊടി കുറവല്ലേ? പൊടി കുറവാ. ആ ശ്യാമളമ്മ പഠിച്ച്. മാറിക്കോ, കൈ മാറ്റിക്കോ. ദാ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം, ഒരുപാടൊന്നും വേണ്ട. മാറിക്കോ. മൂത്തമ്മായി. മൊത്തമായി കരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇങ്ങനെ ഒടിച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാ അപ്പൊ അടിക്ക് പിടിക്കും. നമ്മൾ വിളക്കി മളു വിളക്ക്. ഇളക്ക്, നല്ല അടി ഇളക്ക്, നന്നായിട്ട് ഇളക്ക്, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അങ്ങനെയല്ല. ഓ അങ്ങനെ. ആവട്ടെ, ഉപ്പ് നോക്കട്ടെ. നുള്ളു ഉടുപ്പ് വേണം. എന്തേലും എടുത്തിട്ട് എഴുതണോ? ആ മൂടി. ആ ശരി. കള്ളി കണ്ടമ്മായി ഐഡിയ. അത് തന്നെ. പോക വന്നപ്പോഴേ ഇവിടുന്ന് വലിയണോ? നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റ്. അത് ഇതാ
ബാടച്ചോ സ്നാക്സിന് അങ്ങോട്ട് വാ അമ്മായി. ഞാൻ ഈ അടുപ്പൊന്ന് കത്തിച്ച് കൈ കഴുകിയിട്ടൊക്കെ വരാം. ബാബാ രക്ഷപ്പെടാം. അയ്യോ സോറി അമ്മ. തേൻ നെല്ലിക്ക. പിന്നെ തേനായിട്ട് ഉരുട്ടിയിട്ടൊക്കെ എടുക്കണം. അല്ലാതെ വിളപ്പിക്കാൻ പറ്റണില്ല. ഓ സോറി സോറി. ആരായി കഴിക്കാൻ പോണേ? എന്താന്നറിയോ അമ്മായി എന്നെ കളിയാക്കണ ഇവള്? എനിക്ക് തേൻ അലർജിയാ. തേൻ എനിക്ക് ഗ്യാസ് കയറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. പക്ഷെ ഇങ്ങനത്തെ തേൻ പ്രശ്നമില്ല മാളു. തേൻ ഡയറക്റ്റ് കുടിക്കൂലേ? അങ്ങനെയാണോ? ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ തേൻ എടുത്തിട്ട് അതിങ്ങനെ കയ്യിലൊക്കെ ഒഴിച്ചിട്ട് കുടിക്കൂലേ? അതാണ് എനിക്ക് അലർജി എന്ന് തോന്നുന്നു. ഭക്ഷണത്തിലൊക്കെ ഇടുമ്പോ എനിക്ക് അത്ര പ്രശ്നം വരാറില്ല. ഇനി എന്തോ ഒരു വേറെ ഒരു സാധനത്തിന്റെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായെന്ന് തോന്നുന്നു ചേച്ചിക്കത്. ഇങ്ങനൊരു ഫ്രൂട്ട് എന്തോ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ടിൽ നീ ഉദ്ദേശിച്ച? ഡ്രൈ ഫ്രൂട്ടില് ഇത് തന്നെ തേൻ നെല്ലിക്ക തന്നെ അരിഞ്ഞിട്ടിട്ട് ഉണക്കുന്നതാ. അങ്ങനെയാണല്ലേ? സോറി. നമ്മൾ ഉണക്കി അങ്ങനെ ആവില്ല, ഒരു മെഷീനിലിട്ട് ഉണക്കും. നമ്മൾ ഉണക്കാൻ വെച്ചാ വഴിയെ പോണവരെല്ലാം നുള്ളി പറയും തിന്നോളൂ. അവസാനം ഉണക്കാൻ വെച്ച പാത്രം മാത്രം കിട്ടും. ഞാനിവിടെ ചിക്കനിലൊക്കെ തേൻ ഇട്ടിട്ടുണ്ടല്ലോ, ഹണി ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോ അപ്പോഴൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. തേൻ ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല. ബ്രെഡും ജാമും തേനൊക്കെ ഒഴിക്കൂലോ, ഒന്നും കഴിക്കാനേ പറ്റില്ല. നോക്കുമ്പോ ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് വയ്യാണ്ടായി. അതിന്റെ ആ സമയത്ത് എന്നോട് ഗൾഫിലാ അമ്മായി എനിക്ക് എപ്പ തേൻ കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസ് കയറും. ഗ്യാസ് കയറി പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ വിട്ടെങ്കിൽ മാത്രമേ എനിക്കത് ആ പ്രശ്നം മാറുള്ളൂ. അത്രയും പ്രശ്നമായി ഇപ്പോ ഗ്യാസ് കയറിയിട്ട്. അപ്പൊ ഇവള് ഇതൊക്കെ കാണണാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഇവള് ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവളോട് ഛർദിച്ച് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ഛർദിച്ച് ഉപ്പാട് വന്ന് ഇവള് തളന്നൊടിഞ്ഞു കിടക്കാൻ നേരത്ത് ഏതോ ഒരു ടീച്ചർ പറഞ്ഞ് ഇത്തിരി തേൻ കൊടുത്താൽ ശരിയാവുന്ന്. ഇവള് തേൻ എനിക്ക് വേണ്ട, തേൻ എനിക്ക് വേണ്ട. എവിടെ തേൻ കുടിച്ച അലർജി പറഞ്ഞ എനിക്ക്. അതിന് ഇവക്ക് എന്താ, ഇവക്ക് ആരോഗ്യം കിട്ടാത്തേ കഴിച്ചൂടെ ഇവക്ക്? എനിക്കറിയില്ലല്ലോ. അപ്പൊ അവരെന്ത് കാര്യം ചോദിച്ചില്ലേ? ഞാൻ എനിക്ക് തേൻ വേണ്ട, അയ്യോ തേൻ വേണ്ട. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മായി ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മായി പറയണേ, ഇത് നോർമൽ കറി പോലെയാണ്. നമ്മൾ സാധാരണ വെക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടല്ലോ? നോർമൽ കറി പോലെയല്ലേ? ഇതല്ലേ ഞാനും പറഞ്ഞോളൂ, വെറൈറ്റി ഒന്നും ഇല്ല, നോർമൽ കറി. അത് ഞാൻ പറഞ്ഞത് പോലും ഇല്ല. മൊത്തം ഇങ്ങനെ ഞാൻ എക്സ്പ്രഷൻ ഇട്ടല്ലേ ഉള്ളൂ. അത് ഞാൻ ചേച്ചി ഇത്രയും കളന്ന് കുറ്റം പറഞ്ഞേ. അടച്ചു വെക്കണോ? അടച്ചേ പറയണ്ട ടേസ്റ്റ് ആക്കിയതൊന്നും. സ്നാക്സാ ചിരിക്കുന്നേ? ഒന്നുമില്ല, സ്നാക്സ്. 2 എണ്ണം കഴിച്ചത് പോരല്ലേ സ്നാക്സ്? അപ്പൊ ഇത് സ്നാക്സാ? 3 സ്നാക്സാ? 3 എണ്ണം കഴിച്ചെന്ന് പറയാൻ എന്തെങ്കിലും വരുമോ? ഇല്ല, വരില്ലല്ലോ. സാധാരണ അങ്ങനെ തരാറില്ലല്ലോ. ഈ മെയിൻ ഫുഡ് കഴിക്കൂലെന്നും പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണേ. ക്ഷമിച്ചേക്ക്. ഇത് നിനക്ക് ദഹന കുറവന്നു, അതുകൊണ്ട് ദഹിക്കാൻ വേണ്ടിട്ട് തോറ്റി ഇത്രയ്ക്ക് സ്നേഹം. ഇത് പിടിച്ചോ, അത് 2 പിടിച്ചാൽ മതി. കൈ അത് പറഞ്ഞേ. ടേസ്റ്റ് ഒക്കെ നമ്മൾ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ടേസ്റ്റ് ഉണ്ടാ? ഉപ്പുണ്ടാ? അമ്മായിക്ക് പൈനാപ്പിള് ഇത്രയും എന്ത് പീസാക്കി കൊടുക്കണേ? അവൻ ഫുള്ള് കൊടുത്തൂടെ? വേണോ? വേണേ കഴിക്ക്.
ഓ സോറി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മര്യാദക്ക് നെല്ല് അതിലെന്തെങ്കിലും ഇടാൻ. എന്താ പറയല്ലേ എന്താ? ഒന്നുമില്ല, പറഞ്ഞതാ ചേച്ചി വെറൈറ്റി ഉണ്ടാക്കുമ്പോ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ. ഓ പൈനാപ്പിൾ ഇടുവായിരുന്നല്ലേ? സോറി, ഞാൻ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്ത്? അതാ ഞാൻ നേരത്തെ രാവിലെ നിന്നോട് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞാ പോലെയാണോ എന്തോന്നു? പൈനാപ്പിൾ ഇടുമെന്ന്? എന്തിനു ഞാനത് പറയണം? അറിയാൻ. അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. നിന്നോട് ഞാൻ ഒരു റെസിപ്പി ഞാൻ മുഴുവൻ പറഞ്ഞു തരാറില്ലല്ലോ. ഉണ്ടാ ക്യാപ്സിക്കം ഇടോ? വെറൈറ്റി ആയാ നല്ല വെറൈറ്റി. ഞാൻ കണ്ടപ്പോ ഞാൻ ഒരു ചേച്ചി വെറൈറ്റി ഉണ്ടാക്കൂലാണ്. പുറത്തു ചക്ക ഞാൻ അവിടെ ഇരിക്കുന്ന പോലും ഞാൻ കണ്ടില്ല. എന്ത് ചക്ക? എന്ത് ചക്ക? പുറത്തു ചക്ക. എന്ത്? പണ്ടൊക്കെ ഇപ്പോഴല്ലേ പൈനാപ്പിൾ എന്ന് പറയണം. പണ്ടെല്ലാം പുറത്തിച്ചൊക്കെ പുറത്തി എന്ന് പറഞ്ഞ ഒരു സാധനത്തിലാണ് ഇത് ഉണ്ടാവണത്. ഇല്ല, ഈ മാളു ഏത് കാലഘട്ടത്തിലാ ജനിച്ചേ? ഇവള് പണ്ടേ ഉണ്ടായിരുന്നു. പുറത്തു ചക്ക പറയും ചേച്ചി കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ആദ്യം കൈതച്ചക്കാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പുറത്തു ചക്ക. ഓ പൈനാപ്പിൾ ഇട്ട ബീഫ് കറി കൊള്ളാം, കാണാനും കൊള്ളാം. നന്നായി പോയി. അങ്ങനെ പെണങ്ങല്ലേ സജിതേ. ഇനി വാട്ടർ മെലൺ ഉണ്ണം കേട്ടോ. വാട്ടർമെലൺ ഇട്ടാ അത് വെള്ളത്തിൽ അലിഞ്ഞു പോയ പോലെ ഇപ്പൊ. ഓ അങ്ങനെയുണ്ടോ? ഓ സോറി. ആപ്പിൾ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ആപ്പിൾ ബീഫ് അല്ല, ചിക്കനാ ചെയ്തിരിക്കണേ. ആപ്പിൾ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. അതിൽ ക്യാഷു ഒക്കെ ഇട്ട് നമ്മള്. ക്യാഷ് കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞാൻ മോട്ടിച്ച് കഴിച്ചു. മോട്ടിക്കല് സ്ഥിരം ഉള്ളതാണല്ലോ. അത് പിന്നെ ചേച്ചിയുടെ അല്ലേ അനിയത്തി. ആയോ? നീ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. പോവാം. അമ്മായും വെക്കോ. ഉപ്പുണ്ടല്ലോ അല്ലേ മാളു? ഞാൻ ഒന്നും നോക്കിയിട്ടില്ലേ. കറി എല്ലാം കൊള്ളാം, സൂപ്പർ. എനിക്ക് പൈനാപ്പിൾ. എനിക്കറിയാം പൈനാപ്പിൾ വേണം എന്ന് എനിക്കറിയാം. അതിങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം മുറിച്ച് തന്നോ? തരാം. ഇത് ഒന്ന് വെച്ചാ മതി, ഞാൻ കഴിച്ചിട്ട് വേണമെങ്കിൽ. അല്ല, ഇത് മാളുവിന്. എന്താ ഇനി അതും കൂടെ എടുത്ത് പീസൊന്നും ഇല്ലേ? ഉണ്ട്. തരും സമാധാനം. അങ്ങനെയല്ല, സ്ലൈസ് ആയിട്ട് അരിഞ്ഞപ്പോഴേ വലുതായിരുന്നു, ഇപ്പൊ അത് കുഞ്ഞായി പോയി. എപ്പോഴും കാണുന്ന അത്രയും നിറവില്ല അല്ലേ നീ നോക്കുമ്പോ? അതെ, പക്ഷെ ബീഫ് അരിഞ്ഞിട്ടപ്പോ നിറച്ചുണ്ട്. നല്ല വീതിക്കല്ലേ ഇരുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞേ. ഒരു ക്യാപ്സിക്കം. മോളെ പച്ചക്കറിയൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്നേ. ഇറച്ചിയുടെ കാര്യം ഇതുവരെ മിണ്ടിയിട്ടില്ല ആള്. തക്കാളി കഴിഞ്ഞില്ലേ തപ്പിയെടുക്കാൻ. ഞാന് പൈനാപ്പിൾ അത് അതിൽ നിന്ന് മുറിഞ്ഞു വന്നു കേട്ടോ. ആ മല്ലിയുടെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്, വേണ്ട പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മുറുക്കി. ബീഫ് നല്ല സോഫ്റ്റ് പോലെ. വെറൈറ്റി എന്തായിരുന്നു? അടിപൊളി ടേസ്റ്റ്. അമ്മക്ക് ഇഷ്ടായോ? അതല്ലേ മിണ്ടാണ്ടിന്ന് കഴിക്കണേ. അല്ല, കഷ്ണം നല്ല പഞ്ഞി പോലെ ആയി. പഞ്ഞി പോലെ ബീഫ്. നമ്മൾ സ്ലോ കുക്ക് ചെയ്തൊക്കെ എടുക്കൂലേ, അതേപോലെ.
എന്റെ ഫേവറേറ്റ് പീസ, എല്ലോട് കൂടിയുള്ള മാംസം. അത് മാംസം ഉണ്ടോ? ഇതിലുണ്ടോ? എല്ല് കുറച്ചല്ലേ ഉണ്ടായിരുന്നേ. അതിൽ നിങ്ങൾ വലിച്ചെടുക്കുമ്പോൾ വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ചേച്ചിക്ക് അല്ലെങ്കിൽ മെനക്കെട്ട് കഴിക്കണൊക്കെ ഇഷ്ടം.